Section 167 Vacation of Office of Directors. The Office of Director shall be vacated in following cases. താഴെ പറയുന്ന കേസസിലാണ് ഡയറക്ടർ എന്ത് ചെയ്യേണ്ടത്? ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻ കോസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് സെക്ഷൻ 164 സെക്ഷൻ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ കമ്പനി ഡിഫോൾട്ട് ആയതുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് കമ്പനി വെച്ച് ബാക്കി എല്ലാ കമ്പനീസിലും എന്തായിരിക്കും എന്ത് ചെയ്യണം? ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്യണം. ദെൻ absence from board meetings held during 12 months without leave of absence. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ 3 മാസത്തിൽ കൂടുതലൊക്കെ ആയിട്ടാണ് നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ വെക്കും. 12 മാസമായിട്ടും ഇയാൾ എന്ത് ചെയ്യുന്നില്ല? ഡയറക്ടർ എന്ത് ചെയ്യുന്നില്ല? ഒരു മീറ്റിങ്ങിൽ എന്താണ് അപ്പിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഡിസ്ക്വാളിഫൈഡ് ആവും. ദാറ്റ് മീൻസ് വെക്കേറ്റ് ചെയ്യണം. Then acts in contravention of section 184 relating to enter into contracts arrangement in which he is directly interested. Okay, section 184 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കമ്പനി വേറെ കമ്പനിയുമായിട്ടൊക്കെ പലതിലും പാർട്ട്ണർഷിപ്പുമായിട്ടോ എന്താണ് പ്രോപ്പർട്ടിഷിപ്പുമായിട്ടൊക്കെ എന്ത് ചെയ്യും? എഗ്രിമെൻറ്റിലോ കോൺട്രാക്റ്റിലോ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സിന് ആർക്കെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ എഗ്രിമെൻറ്റ് വെക്കുന്ന ആ ഒരു കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സെക്ഷൻ കോൺട്രാവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫെയിൽസ് ടു ഡിസ്ക്ലോസ് ഇൻട്രസ്റ്റ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 184. സെക്ഷൻ 184 പ്രകാരമുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളെന്താവും? വേക്കേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഡിസ്ക്വാളിഫൈഡ് ബൈ ആൻ ഓർഡർ ഓഫ് കോർട്ടോ ട്രിബ്യൂണലോ അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം ഈ പറഞ്ഞ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഓഫീസ് വേക്കേറ്റ് ചെയ്യണം. ആൻഡ് കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് ആൻ ഒഫൻസ് involving moral turpitude or otherwise plus sentenced to imprisonment for more than or equal to 6 months. 6 മാസമോ അതിൽ കൂടുതലോ ഒഫൻസ് അല്ലെങ്കിൽ കോർട്ട് ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇംപ്രിസൺമെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓഫീസ് വേക്കേറ്റ് ചെയ്യണം. ആൻഡ് റിമൂവ് അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ആക്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പ്രകാരം ഡയറക്ടറിനെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസ് വേക്കേറ്റ് ചെയ്യണം. ആൻഡ് ഹി ഹാവിംഗ് ബീൻ അപ്പോയിൻറ്റഡ് എ ഡയറക്ടർ ബൈ വിച്ച് ഓഫ് ഹിസ് ഹോൾഡിംഗ് any office or other employment in the associate subsidiary or holding company ceases to hold such office or other employment in that company. ഓക്കെ, ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ പൊസിഷൻ നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഡയറക്ടർഷിപ്പും നഷ്ടപ്പെടും. ഓക്കെ, ആ കമ്പനിയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡയറക്ടർ ആയത് എന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെൻറ്റ് എന്നാണോ നമ്മൾ കേസസ് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അന്ന് തന്നെ ഡയറക്ടർഷിപ്പ് ഉണ്ടാവും. ദെൻ പ്രൊവൈഡഡ് ദാറ്റ് ദ ഓഫീസ് ഷാൾ നോട്ട് ബി വേക്കേറ്റഡ് ഇൻ കേസ് ഓഫ് ഓർഡേഴ്സ് റെഫേർഡ് ഇൻ ഇ ആൻഡ് എഫ് എബോവ്. ഓക്കെ, ഇയും എഫ് എന്താ പറയുന്നത്? ഇ എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് ബൈ ആൻ ഓർഡർ ഓഫ് കോർട്ട് ഓർ ട്രിബ്യൂണൽ. ദെൻ എഫ് എന്താ പറയുന്നത്? കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് ആൻ ഒഫൻസ് പ്ലസ് സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ മോർ ദാൻ ഓർ ഈക്വൽ ടു 6 months. ഈ 2 കേസിലും എന്താണ്? ഡയറക്ടേഴ്സ് എന്ത് ചെയ്യേണ്ട? ഓഫീസ് വേക്കേറ്റ് ചെയ്യേണ്ട. എത്ര ദിവസത്തിന്? ഫോർ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിൽ വേക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 30 days കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇഫ് അപ്പീൽ ഓർ പെറ്റീഷൻ ഇസ് പ്രിഫേർഡ് അഗെയിൻസ്റ്റ് ദ ഓർഡർ വിത്തിൻ ദ അഫോസൈഡ് 30 days. ഈ 30 ദിവസത്തിനുള്ളിൽ ഈ കോർട്ടിൻ്റെ എന്താണ് ഓർഡറിന് അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അപ്പീലോ പെറ്റീഷനോ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പയർഡ് ആവുന്ന അണ്ടിൽ ദ എക്സ്പീരി ഓഫ് 7 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് അപ്പീൽ ഓർ പെറ്റീഷൻ ഇസ് ഡിസ്പോസ്ഡ് ഓഫ്. അത് ഡിസ്പോസ് ചെയ്യുന്നത് തൊട്ട് 7 days കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? വെക്കേറ്റ് ചെയ്താൽ മതി. ആൻഡ് ഇഫ് ഫർദർ ആ 7 ദിവസത്തിനുള്ളിൽ വീണ്ടും നമ്മളൊരു പെറ്റീഷനോ അപ്പീലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്നത് വരെയാണ് നമുക്ക് എന്നുള്ള സമയം? വെക്കേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. ഇൻ കേസ് ഓഫ് ഡയറക്ടർ കണ്ടിന്യൂസ് ടു ഫംഗ്ഷൻ ഈവൻ വെൻ ഓഫീസ് ഈസ് വേക്കേറ്റഡ്. ഓക്കെ, ഓഫീസ് വേക്കേറ്റ് ചെയ്തതിന് ശേഷം അയാൾ എന്ത് ചെയ്യുക? അവിടെ തന്നെ ഞാൻ ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ട് സീറ്റ് കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈൻ എത്ര വരും? ₹1 lakh to 5 lakhs. 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഫൈന് വരും. ആൻഡ് വെർ ആൾ ദ ഡയറക്ടേഴ്സ് വേക്കേറ്റ് ദെയർ ഓഫീസ് ദ പ്രൊമോട്ടർ ഓഫ് central government shall appoint required number of directors who shall hold office till directors appointed by the company in general meeting. ഓക്കെ, ഓഫീസിലെ എല്ലാ ഡയറക്ടേഴ്സും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തു? എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടറോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ എന്ത് ചെയ്യണം? ഒരു ഡയറക്ടേഴ്സിനെ ഓക്കെ ആ കമ്പനിക്ക് എത്ര ഡയറക്ടേഴ്സ് വേണോ അത്രയും ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യണം? അപ്പോയിൻറ്റ് ചെയ്യണം. ഏതുവരെ?
ടിൽ ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്സ്. അടുത്ത ജനറൽ മീറ്റിങ്ങിൽ കമ്പനി കറക്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റും പ്രൊമോട്ടറും ആവശ്യമായിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി മേ പ്രൊവൈഡ് ഫോർ അഡീഷണൽ ഗ്രൗണ്ട്സ് ഓഫ് വെക്കേഷൻ. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഗ്രൗണ്ട്സ് ഓഫ് വെക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്, ഈ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് അല്ലാതെ വേറെയും കുറേ കണ്ടീഷൻസ് വെക്കേറ്റ് ചെയ്യാനുള്ളതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷൻസ് വെക്കാൻ പറ്റും. പക്ഷേ ഇതെന്തിന് അപ്ലിക്കബിൾ അല്ല, പബ്ലിക് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 168 റിസൈനേഷൻ ഓഫ് ഡയറക്ടർ. ഓക്കെ, ഡയറക്ടർ എന്ത് ചെയ്യാണ്, റിസൈൻ ചെയ്യാൻ പോവാണ്. റിമൂവൽ പഠിച്ചു, വെക്കേഷൻ പഠിച്ചു, ഇനി ഡയറക്ടർ റിസൈൻ ചെയ്യുന്ന കേസ്. ഡയറക്ടർ എന്ത് ചെയ്യണം, കമ്പനിക്ക് ഒരു നോട്ടീസ് ഇൻ റൈറ്റിംഗ് കൊടുക്കണം, റിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യം അറിയിക്കണം. ദെൻ കമ്പനി എന്ത് ചെയ്യും, ROCനെ DAR-12 എന്ന് പറഞ്ഞ ഫോമിൽ എന്ത് ചെയ്യും, ROCനെ ഈ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഡയറക്ടർ ആദ്യം എന്ത് ചെയ്യാണ്, കമ്പനീനെയാണ് അറിയിക്കുന്നത്. പക്ഷേ അതേ ഡയറക്ടറിന് നമുക്ക് അതേ സമയം തന്നെ എന്തും ചെയ്യാം, ROCനെ അറിയിക്കാൻ പറ്റും. പക്ഷെ അത് ഓപ്ഷണലാണ്. ഏത് ഫോമിലാണ് ചെയ്യുന്നത്, DAR-11 ചെയ്യുന്നത്. എ ഡയറക്ടർ മേ റിസൈൻ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു കമ്പനി. കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു നോട്ടീസ് ഇൻ റൈറ്റിംഗ് കൊടുത്തിട്ടാണ് ഡയറക്ടർ എന്ത് ചെയ്യുന്നത്, റിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഡയറക്ടർ മേ ആൾസോ ഫോർവേഡ് കോപ്പി ഓഫ് റിസൈനേഷൻ അലോങ് വിത്ത് ഡീറ്റെയിൽ റീസൺ ദെർഫോർ ടു ദ ROC വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസൈനേഷൻ. ഓക്കെ, റിസൈൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ROCക്ക് ഒരു DAR-11 എന്ന ഫോമിൽ ഡയറക്ടറിന് റിസൈനേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഓപ്ഷണലാണ്. ആൻഡ് ഇനി ഒരു ഫോറിൻ ഡയറക്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ DAR-12 കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്, ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോറിൻ ഡയറക്ടറിന് ഇപ്പോൾ DAR-11 എന്ത് ചെയ്യണം, സൈൻ ചെയ്യേണ്ടേ. അത് സൈൻ ചെയ്യാൻ ഫോറിൻ ഡയറക്ടറിന് 4 ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഓതറൈസ് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ്, CA, CS, ദെൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ എനി അതർ റെസിഡൻറ്റ് ഡയറക്ടർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഡയറക്ടർ എന്തായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഫോറിൻ ഡയറക്ടർ ഫോറിനിലായതുകൊണ്ടാണ് അത് ഓതറൈസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. പിന്നെയും അതൊരു പുറത്തുള്ള ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ആൻഡ് ടു സൈൻ ഫോം DAR-11 ഓൺ ഹിസ് ബിഹാഫ്. അയാളുടെ ബിഹാഫിൽ എന്ത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, DAR-11 സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് റിസൈനേഷൻ നോട്ടീസ്. ഓക്കെ, ആ റിസൈനേഷൻ നോട്ടീസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കമ്പനിക്ക് എന്ത് ചെയ്യും, ഒരു റിസൈനേഷൻ നോട്ടീസ് ആരാ അയക്കുന്നത്, ഡയറക്ടർ അയക്കും. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ടു ടേക്ക് നോട്ട് ഓഫ് ദ സെയിം. ബോർഡ് എന്ത് ചെയ്യണം, അത് ബോർഡ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യണം. ആൻഡ് കമ്പനി ടു ഇൻറ്റിമേറ്റ് ROC ഇൻ ഫോം DAR-12 വിത്തിൻ 30 days. കമ്പനി എന്ത് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ DAR-12 എന്ന ഫോമിൽ ROCക്ക് അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. ആൻഡ് കമ്പനി ടു പോസ്റ്റ് ദ ഇൻഫർമേഷൻ ഓൺ ദ വെബ്സൈറ്റിൽ കമ്പനി എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്യണം. ആൻഡ് കമ്പനി ടു പ്ലേസ് ദ ഫാക്ട് ഓഫ് സച്ച് റിസൈനേഷൻ ഇൻ ബോർഡ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ജനറൽ മീറ്റിംഗ്. ഓക്കെ, കമ്പനി അത് ബോർഡ് റിപ്പോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം നെക്സ്റ്റ് ജനറൽ മീറ്റിങ്ങിൽ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ജനറൽ മീറ്റിങ്ങിൽ കമ്പനി അത് ബോർഡ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. ദെൻ റിസൈനേഷൻ ടു ബി എഫക്റ്റീവ് ഫ്രം. ഓക്കെ, നമ്മൾ റിസൈൻ ചെയ്തു. ഓക്കെ, ആസ് എ ഡയറക്ടർ ഇപ്പോൾ നമ്മളാണ് റിസൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ന് തൊട്ടാണ് റിസൈനേഷൻ എഫക്റ്റീവ് ആവുക എന്നുള്ളത്. ഡേറ്റ് ഓൺ വിച്ച് നോട്ടീസ് ഈസ് റിസീവ്ഡ് ബൈ കമ്പനി. എന്നാണോ കമ്പനി നോട്ടീസ് റിസീവ് ചെയ്യുന്നത്, ഓർ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ നോട്ടീസ്. നോട്ടീസിൽ ഏത് ഡേറ്റ് ആണോ സ്പെസിഫൈ ചെയ്യുന്നത്, വിച്ച് എവർ ഈസ് ലേറ്റ്. ഏതാണോ ലേറ്റ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ റിസൈനേഷൻ ലെറ്റർ കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. അന്ന് ഞാൻ നോട്ടീസിൽ എന്താ കൊടുത്തിട്ടുള്ളത്, 5-ാം തീയതി ഞാൻ എന്ത് ചെയ്യും, റിസൈൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കമ്പനി ആ നോട്ടീസ് കിട്ടുന്നത്, കമ്പനിക്ക് നോട്ടീസ് കിട്ടുന്നത് ഒരു 8-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൈനേഷൻ എഫക്റ്റീവ് ആവുന്നത് 8-ാം തീയതി മുതലായിരിക്കും. ഈ സെയിം കേസിൽ തന്നെ ഞാൻ 5-ാം തീയതി നോട്ടീസ് കൊടുത്തു. നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്, ആ മാസം. ഓക്കെ, ആ മാസം തന്നെ സെയിം മന്ത് 15-ാം തീയതിയാണ്. പക്ഷെ കമ്പനിക്ക് നോട്ടീസ് എന്ന് കിട്ടിയിട്ടുണ്ട്, 8-ാം തീയതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ 8-ാം തീയതി തൊട്ട് റിസൈനേഷൻ ആവുക ഇല്ല, വിച്ച് എവർ ഇസ് ലേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസിലെ ഡേറ്റ് ആണ് ലേറ്റർ ആയിട്ട് വരുന്നത് എന്താണ്, 15-ാം തീയതി. അപ്പോൾ 15-ാം തീയതി തൊട്ടിട്ടാണ് റിസൈനേഷൻ എഫക്റ്റീവ് ആവുക. ആൻഡ് ദെൻ അപ്പോൾ ഒരു ഡയറക്ടർ എന്ത് ചെയ്തു, 2 വർഷം വർക്ക് ചെയ്തു. 2 വർഷം ഡയറക്ടറായിട്ട് ഇരുന്നതിന് ശേഷം എന്ത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ 2 വർഷത്തിന് ചെയ്തിട്ടുള്ള ഡിസിഷൻസിൻ്റെയും ഒഫൻസസിൻ്റെയും ലയബിൾ ആവുന്നത് ആരായിരിക്കും, ആ ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, റിസൈൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറിയിരിക്കാൻ
പറ്റത്തില്ല. ആൻഡ് ഇഫ് ആൾ ഡയറക്ടേഴ്സ് റിസൈൻഡ്, എല്ലാ ഡയറക്ടേഴ്സും എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടറോ സെൻട്രൽ ഗവൺമെൻറ്റോ എന്ത് ചെയ്യണം, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഏതുവരെ? ടിൽ ദ ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സ് അടുത്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ. ആൻഡ് റിസൈനേഷൻ വിൽ ടേക്ക് എഫക്റ്റ് വിത്തൗട്ട് എനി നീഡ് ഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ബൈ ബോർഡ് ഓർ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ കമ്പനിയോ അല്ലെങ്കിൽ ബോർഡോ ഈ പറഞ്ഞ റിസൈനേഷൻ നോട്ടീസ് അക്സെപ്റ്റ് ചെയ്താലും, അക്സെപ്റ്റ് മീൻസ് റിസീവിങ് ചെയ്യണതിനല്ല കുറിച്ച് പറയുന്നത്, റിസീവ് ചെയ്തതിന് ശേഷം അത് അപ്രൂവൽ കൊടുത്തില്ലെങ്കിൽ പോലും റിസൈനേഷൻ എന്താവും, എഫക്റ്റീവ് ആവും. ഈവൻ ഇഫ് ബോർഡ് ഡസിൻറ്റ് അക്സെപ്റ്റ് ഓർ കമ്പനി ഫെയിൽസ് ടു ഇനിമേറ്റ് ROC, ബോർഡ് അത് അക്സെപ്റ്റ് ചെയ്തില്ല, മാത്രമല്ല കമ്പനി എന്ത് ചെയ്തു, ROCക്ക് അത് ഫയലും ചെയ്തിട്ടില്ല, സ്റ്റിൽ എന്തായിരിക്കും, റിസൈനേഷൻ എഫക്റ്റീവ് ആയിരിക്കും. ദെൻ റിമൂവൽ ഓഫ് ഡയറക്ടർ. കമ്പനി എന്ത് ചെയ്തു, ഡയറക്ടറിനെ എന്ത് ചെയ്യാണ്, നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ. കമ്പനി മേ റിമൂവ് എ ഡയറക്ടർ ബിഫോർ എക്സ്പയറി ഓഫ് ഹിസ് ടെനർ ബൈ പാസിംഗ് ഓർഡിനറി റെസൊല്യൂഷൻ പ്ലസ് ഗിവിംഗ് ഹിം ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യുക, അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ്, കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക. ആൻഡ് ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അപ്പോയിൻറ്റഡ് ഫോർ സെക്കൻഡ് ടേം അണ്ടർ സെക്ഷൻ 149. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അയാളുടെ ടേം കഴിഞ്ഞു, ഫസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ടേം കഴിഞ്ഞു, വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ഓർഡിനറി റെസൊല്യൂഷൻ പോരാ, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, പ്ലസ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ്. ദെൻ എ സ്പെഷ്യൽ നോട്ടീസ് ഓഫ് എ റെസൊല്യൂഷൻ ടു റിമൂവ് ദ ഡയറക്ടർ ഓർ അപ്പോയിൻറ്റ് സമ്മൺ ഇൻ പ്ലേസ് ഓഫ് എ ഡയറക്ടർ സോ റിമൂവ്ഡ് ഈസ് റിക്വയർഡ്. ഓക്കെ. ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ആവശ്യമാണ്. ആ റിമൂവ് ചെയ്ത ഡയറക്ടറിൻ്റെ പ്ലേസിൽ വേറൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനും ആവശ്യമാണ്. ഈ സ്പെഷ്യൽ നോട്ടീസ് ആരാണ് കൊടുക്കേണ്ടത്? സ്പെഷ്യൽ നോട്ടീസ് ഈസ് ടു ബി ഗിവൺ അറ്റ്ലീസ്റ്റ് 14 days, 14 ദിവസം മുമ്പെങ്കിലും, മീറ്റിങ്ങിൻ്റെ 14 ദിവസം മുമ്പെങ്കിലും എന്ത് കൊടുക്കണം, സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. പക്ഷേ 3 മാസം മുമ്പൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ ബൈ മെമ്പേഴ്സ് ഹോൾഡിംഗ് ലോവർ ഓഫ് 1% ഓഫ് വോട്ടിംഗ് പവർ ഓർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹5 lakhs. 1% താഴെ വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ 5 lakhs പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സോ ആണ് എന്ത് കൊടുക്കേണ്ടത്, നോട്ടീസ്, സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കേണ്ടത്. ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് സ്പെഷ്യൽ നോട്ടീസ് കമ്പനി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി ഈ പറഞ്ഞ ഡയറക്ടറിന്, ഏത് ഡയറക്ടറിനെയാണോ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ടറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടറിന് 3 റൈറ്റ്സ് ആണ് കിട്ടുന്നത്. ഹെഡ് ഓൺ ദ റെസൊല്യൂഷൻ അറ്റ് ദ മീറ്റിംഗ്. ഓക്കെ. മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടും. ആൻഡ് മേക്ക് റെപ്രസെൻറ്റേഷൻ ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. ആർക്ക്? ഡയറക്ടറിന്. അതായത് എന്താണ് അതിൻ്റെ റീസണും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് റിക്വസ്റ്റ് ദ കമ്പനി ടു നോട്ടിഫൈ ദ റെപ്രസെൻറ്റേഷൻ ടു ദ മെമ്പേഴ്സ്. കമ്പനിയോട് ഡയറക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സെയിം റെപ്രസെൻറ്റേഷൻ കമ്പനിക്കാണ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ടാവുക, അത് എല്ലാ മെമ്പേഴ്സിനെയും നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയോട് ഡയറക്ടർ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. The company shall, if time permits, in the notice given to members, state the fact the representation has been made. Okay. മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കും മീറ്റിങ്ങിൽ. ആ സമയത്ത് റെപ്രസെൻറ്റേഷൻ്റെ ഫാക്റ്റ് എന്ത് ചെയ്യണം, അതിൽ ഇൻറ്റിമേറ്റ് സ്റ്റേറ്റ് ചെയ്യണം. ദെൻ സെൻഡ് എ കോപ്പി ഓഫ് റെപ്രസെൻറ്റേഷൻ ടു എവരി മെമ്പർ. എല്ലാ ആളുകൾക്കും, ഓക്കെ, എല്ലാ മെമ്പേഴ്സിനും ആ റെപ്രസെൻറ്റേഷന് ഒരു കോപ്പി അയച്ചു കൊടുക്കും. ആൻഡ് ഇഫ് കോപ്പി ഓഫ് റെപ്രസെൻറ്റേഷൻ കുഡിൻ ബി സെൻഡ്, ഡയറക്ടർ മേ റിക്വയർ ദ റെപ്രസെൻറ്റേഷൻ ടു ബി റീഡ് ഔട്ട് അറ്റ് ദ മീറ്റിംഗ്. റെപ്രസെൻറ്റേഷൻ്റെ കോപ്പി സെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടർ എന്ത് ചെയ്യണം, മീറ്റിങ്ങിൽ റെപ്രസെൻറ്റേഷൻ വായിച്ച് കേൾപ്പിക്കണം. If on an application either by company or person aggrieved, tribunal is satisfied that right to make representation is abused to secure needless publicity for a defamatory matter, it may order not to send the written representation to members, not to read out the written representation. Cost incurred of making such application to tribunal be paid by director concerned. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്, ട്രിബ്യൂണലിന് തോന്നുകയാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യാനാണ്, അതായത് നമ്മൾ പറഞ്ഞ ഡയറക്ടറിന് എന്താണ് 3
റൈറ്റ്സ് കൊടുക്കും. ഓക്കെ, ഇത് ഈ ഡയറക്ടർ മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റെപ്രസെൻറ്റേഷൻ ഈസ് അബ്യൂസ്ഡ്, റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തു, അബ്യൂസ് ചെയ്തു ടു സെക്യൂർ നീഡ്ലെസ് പബ്ലിസിറ്റി. ഓക്കെ, നീഡ്ലെസ് പബ്ലിസിറ്റി സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനെസസറി അറ്റൻഷൻ എന്ത് ചെയ്യുക, ഡ്രോ ചെയ്യുക, അവരിലേക്ക് ഒരു അൺനെസസറി അറ്റൻഷൻ ഡ്രോ ചെയ്യുന്നതിനാണ് സെക്യൂർ നീഡ്ലെസ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഫോർ എ ഡിഫാമേറ്ററി മാറ്റർ. ഓക്കെ, ഡിഫാമേറ്ററി മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനെയാണ് ഡിഫാമേറ്ററി മാറ്റർ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ഓർഡർ, ട്രിബ്യൂണൽ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും നോട്ട് ടു സെൻഡ് ദ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ടു മെമ്പേഴ്സ്. ഓക്കെ, ആ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ മെമ്പേഴ്സിന് കൊടുക്കേണ്ടതെന്ന്, സെൻഡ് ചെയ്യേണ്ടതെന്നും. ആൻഡ് നോട്ട് റീഡ് ഔട്ട് ദ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ സെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, റീഡ് ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ചെയ്യാൻ പാടില്ല. ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ഓഫ് മേക്കിംഗ് സച്ച് അപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ ബി പെയ്ഡ് ബൈ ഡയറക്ടർ കൺസേൺഡ്. ഇവിടെ ആരാണ് തെറ്റ് ചെയ്യുന്നത്, ഡയറക്ടറാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ചിലവും ആരെടുക്കണം, ഡയറക്ടർ എടുക്കേണ്ടി വരും. ദെൻ വേക്കൻസി ക്രിയേറ്റഡ് ഓൺ റിമൂവൽ ഓഫ് ഡാറ്റ ടു ബി ഫിൽഡ് അറ്റ് ദ മീറ്റിംഗ് പ്രൊവൈഡഡ് സ്പെഷ്യൽ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ അപ്പോയിൻമെൻറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ആ ഡയറക്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസി ആര് ഫില്ല് ചെയ്യണം, മീറ്റിങ്ങിൽ ഫില്ല് ചെയ്യണം. പ്രൊവൈഡഡ് സ്പെഷ്യൽ നോട്ടീസ് ഓഫ് ഇൻറ്റൻറ്റഡ് അപ്പോയിൻമെൻറ്റ് ഈസ് ഗിവൺ. ഓക്കെ, അതിനെന്ത് കൊടുക്കണം, സ്പെഷ്യൽ നോട്ടീസ് ഓഫ് ഇൻറ്റൻറ്റഡ് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. അതിൽ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫിൽഡ് അണ്ടർ സെക്ഷൻ 161 സബ്സെക്ഷൻ 4 പ്രൊവൈഡഡ് ദ ഡയറക്ടർ സോ റിമൂവ്ഡ് ഈസ് നോട്ട് റീഅപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുന്ന വേക്കൻസി മീറ്റിങ്ങിൽ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഫില്ല് ചെയ്യാം, ഏത് സെക്ഷൻ പ്രകാരം ഫില്ല് ചെയ്യാം, കാഷ്വൽ വേക്കൻസിൻ്റെ കേസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റിമൂവ് ചെയ്ത ഡയറക്ടേഴ്സിനെ ബോർഡ് മീറ്റിങ്ങിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, റീഅപ്പോയിൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആൻഡ് ഡയറക്ടേഴ്സ് ഹു അപ്പോയിൻറ്റ് ഷാൾ ഹോൾഡ് ഓഫീസ് ടിൽ ദ ഡേറ്റ് പ്രീഡിസസർ വുഡ് ഹാവ് ഹെൽഡ്. അതായത് നമ്മൾ കാഷ്വൽ വേക്കൻസിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, അയാൾ ഓക്കെ ആദ്യത്തെ ഡയറക്ടറിൻ്റെ ടേം എന്നാണോ എൻഡ് ചെയ്യുന്നത് അതുവരെയാണ് ഈ കാഷ്വൽ വേക്കൻസിയിൽ ഫില്ല് ചെയ്ത ഡയറക്ടറിൻ്റെ ടേം വരിക. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്, അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്ത് ചെയ്യണം, പ്രീഡിസസർ ഓക്കെ മുന്നേ പോയിട്ടുള്ള ആളുടെ ടേം എന്നാണോ എൻഡ് ചെയ്യുന്നത് അതുവരെയാണ് ഓഫീസ് ഹോൾഡ് ചെയ്യേണ്ടത്. ആൻഡ് റിമൂവ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ നോട്ട് ഡിപ്രൈവ് എ പേഴ്സൺ ഓഫ് CFLO ഇഫ് എലിജിബിൾ ആസ് പെർ ഹിസ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ്. CFLO മീൻസ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസർ. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ ഡയറക്ടറിന് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, ഇത് CFLO റിസീവ് ചെയ്തതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഇഫ് എലിജിബിൾ ആസ് പെർ ഹിസ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള ടേംസ് ഉണ്ടാവും. ഓക്കെ, ആ ടേംസിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CFLO അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. ദെൻ ഡയറക്ടേഴ്സ് ദാറ്റ് കനോട്ട് ബി റിമൂവ്ഡ് അണ്ടർ സെക്ഷൻ 169. ഓക്കെ, 169 പ്രകാരം ഡയറക്ടർ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഡയറക്ടേഴ്സ് സെക്ഷൻ 242 അപ്പോയിൻറ്റഡ് ബൈ ട്രിബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സ്പെഷ്യൽ റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷനോ ഒക്കെ പാസ്സാക്കിയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ വേ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നോമിനി ഡയറക്ടറിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഒരു സ്പെഷ്യൽ ആക്ട് ഒരു ലോ ഒരു എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. Then grounds for removal or reason for proposing a resolution to remove the director is not mandatory to be stated in the special notice. Okay, grounds for removal. ഓക്കെ, റിമൂവൽ ചെയ്യാനുള്ള റീസണ് ആ റെസൊല്യൂഷൻ പ്രൊപ്പോസ് ചെയ്യുന്ന റെസൊല്യൂഷനിൽ കാണിക്കണം എന്ന് നിർബന്ധം ഇല്ല. ദെൻ അതിൻ്റെ ഒരു എന്താണ് കേസിലാണ് പറയുന്നത്, LIC vs എസ്കോട്ട്സ് ലിമിറ്റഡിൻ്റെ കേസ് സ്റ്റഡി അതിന് എക്സാമ്പിളാണ്. ആൻഡ് സെക്ഷൻ 170 രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറിയൽ പേഴ്സൺ ആൻഡ് ദെയർ ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഒരു രജിസ്റ്റർ ഉണ്ടാവും, ഈ മാനേജറിയൽ പേഴ്സൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ എന്തുണ്ടാവും, അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, പേരും അഡ്രസ്സും, ദെൻ അവരുടെ ഷെയർ ഹോൾഡിങ്ങും ഉണ്ടാവും. ആൻഡ് രജിസ്റ്റർ ടു കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഈച്ച് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറിയൽ പേഴ്സൺ ഇൻ കമ്പനി അസോസിയേറ്റ് സബ്സിഡിയറി ആൻഡ് ഹോൾഡിംഗ് ആൻഡ് കോ സബ്സിഡിയറി. ഓക്കെ, ഡയറക്ടേഴ്സിൻ്റെ ഈ കമ്പനീൻ്റെയോ അല്ലെങ്കിൽ അസോസിയേറ്റിൻ്റെയോ സബ്സിഡിയറി ഇതിലൊക്കെ ഉള്ള ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്തിലുണ്ടാവും, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാവും. ദെൻ രജിസ്റ്റർ ടു കെപ്റ്റ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ്. ഈ രജിസ്റ്റർ എവിടെയാണ് കെപ്റ്റ് ചെയ്യേണ്ടത്, രജിസ്റ്റേർഡ് ഓഫീസിലാണ് കീപ്പ് ചെയ്യേണ്ടത്.
Company to file with a ROC a return containing such particulars within 30 days of appointment of every director or key managerial person and any change take place in. കമ്പനി എന്ത് ചെയ്യണം? ROCക്ക് ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം വിത്തിൻ 30 days ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് എവറി ഡയറക്ടർ. ഓരോ ഡയറക്ടറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കീ മാനേജർ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കമ്പനി ROCക്ക് ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോയിൻറ്റ് ചെയ്തുമ്പോൾ മാത്രമല്ല, അതിൽ പിന്നെ എന്ത് ചേഞ്ച് വരുന്നുണ്ടെങ്കിലും കമ്പനി എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. Then section 171, members right to inspect the register മെയിൻറ്റെയിൻ under section 170. ഓക്കെ, ഈ രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള മെമ്പേഴ്സിൻ്റെ റൈറ്റ് എങ്ങനെയാണ് വരുന്നത്? ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ഡ്യൂറിങ് ബിസിനസ് ഹവേഴ്സ് ആൻഡ് കെപ്റ്റ് ഓപ്പൺ അറ്റ് AGM. ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യും? കെപ്റ്റ് ഓപ്പൺ ആയിരിക്കും. ബിസിനസ് ഹവേഴ്സിൻ്റെ സമയത്തും ഓപ്പൺ ആയിരിക്കും. ആൻഡ് റൈറ്റ് ടു ടേക്ക് എക്സ്ട്രാക്റ്റ് ഓർ കോപ്പീസ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പീസ് എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? മെമ്പേഴ്സിനുണ്ട്. ഇഫ് അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ മെമ്പർ, അതിനെന്ത് ചെയ്യണം? മെമ്പർ കമ്പനിക്ക് ഒരു അപ്ലിക്കേഷൻ മേക്ക് ചെയ്യണം. കമ്പനി ടു പ്രൊവൈഡ് വിത്തിൻ 30 days. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ കമ്പനി എന്ത് ചെയ്യണം? മെമ്പേഴ്സ് ആവശ്യപ്പെട്ട കോപ്പി അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് കൊടുക്കണം അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ദെൻ സെക്ഷൻ 172, പണിഷ്മെൻറ്റ്. ഇഫ് ഡിഫോൾട്ട് അണ്ടർ പ്രൊവിഷൻ ഫോർ വിച്ച് നോ സ്പെസിഫൈഡ് പെനാൽറ്റി ഈസ് പ്രൊവൈഡഡ്. ഈ പറഞ്ഞ പ്രൊവിഷൻസിൽ ചില പ്രൊവിഷൻസിൽ മാത്രമേ പ്രത്യേകം പെനാൽറ്റി സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ കമ്പനി ആൻഡ് എവറി ഓഫീസർ ഇൻ ഡിഫോൾട്ട്, OID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ ഇൻ ഡിഫോൾട്ട്, ഷാൾ ബി ലയബിൾ ടു ഫൈൻ ഓഫ് ₹50,000 ആൻഡ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂയിങ് ഫെയിലിയർ. ഓക്കെ, 50,000 ആണ് ഫൈൻ വരുന്നത്. ഫെയിലിയർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 per day, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 3 lakhs ഫോർ കമ്പനിയും ദെൻ 1 lakh ഫോർ ഓഫീസർ ഇൻ ഡിഫോൾട്ട്. അപ്പോൾ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the board of directors of Precision Pharmaceuticals Limited, which was incorporated under the Companies Act 2013, consists of 7 directors. It so happened that one of the directors, Mr. Avinash, who was appointed in the immediately previous annual general meeting, met with a serious accident which ultimately resulted in his untimely death after a couple of days of his mishappening. അപ്പോൾ Precision എന്ന് പറയുന്ന കമ്പനിയിൽ ഓൾറെഡി എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്? 7 ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സിൽ ഒരു ഡയറക്ടർ മിസ്റ്റർ അവിനാശ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു നോർമൽ കോഴ്സിൻ്റെ സമയത്ത് ഒരു ഡയറക്ടർ വെക്കേറ്റ് ചെയ്യുക, റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വേക്കൻസി ഉണ്ടാവും? കാഷ്വൽ വേക്കൻസി ഉണ്ടാവും. കാരണം അയാളുടെ ടേം എന്തായിട്ടില്ല? എക്സ്പയർഡ് ആയിട്ടില്ല. കോൺസിക്വൻറ്റ്ലി എ കാഷ്വൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് ടാറ്റ റോസ് വിച്ച് നീഡ്സ് ടു ബി ഫിൽഡ് അപ്പ്. And the board of directors of Precision Pharmaceuticals Limited is contemplating to appoint Mr. Ragesh in place of Mr. Avinash to fill the vacancy, casual vacancy so originated. Okay. മിസ്റ്റർ രാകേഷിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ഒരു കാഷ്വൽ വേക്കൻസിയിൽ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് വൺ യു വുഡ് ഹാവ് ചൂസൺ ആസ് എ CA ഇഫ് യു വേർ ടു അഡ്വൈസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ദ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് മിസ്റ്റർ രാകേഷ് കുഡ് ബി അപ്പോയിൻറ്റഡ് ടു ഫിൽ സച്ച് വേക്കൻസി ഇൻ ദ ലൈറ്റ് ഓഫ് ആപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഈ സിറ്റുവേഷൻ ആപ്ലിക്കബിൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എന്താണ്? The casual vacancy created due to the untimely death of Mr. Avinash need to be filled by the board of directors within 3 months from the date of creation of such a vacancy. 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ വേക്കൻസി ഫില്ല് ചെയ്യണം. ആര് ഫില്ല് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫില്ല് ചെയ്യണം എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് to be filled by the board of directors of Precision by passing a board resolution at its meeting. ഓക്കെ, ബോർഡ് മീറ്റിംഗിൽ എന്ത് ചെയ്യണം? ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആൻഡ് സച്ച് അപ്പോയിൻമെൻറ്റ് ഓഫ് മിസ്റ്റർ രാകേഷിനെ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തത് ഷാൾ ബി സബ്സിക്വൻ്റ്ലി അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ജനറൽ മീറ്റിംഗ്. അടുത്ത ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം? സബ്സിക്വൻ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? ബോർഡ് മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മിസ്റ്റർ രാകേഷിനെ എന്ത് ചെയ്യും? അപ്പോയിൻറ്റ് ചെയ്യും. ആ അപ്പോയിൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ അപ്രൂവ് ചെയ്യണം. ആൻഡ് തേർഡ് ഓപ്ഷൻ പറയുന്നത് ദ കാഷ്വൽ വാക്കൻസി ക്രിയേറ്റഡ് ഡ്യൂ ടു ദ അൺടൈംലി ഡെത്ത് ഓഫ് മിസ്റ്റർ അവിനാഷ് നീഡ്സ് ടു ബി ഫിൽഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 1 month. ഓക്കെ, 1 month ഓഫ് വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ ഫില്ല് ചെയ്യണമെന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ആര് ഫില്ല് ചെയ്യണമെന്നാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ കാഷ്വൽ വേക്കൻസി ക്രിയേറ്റഡ് ഡ്യൂ ടു ദ അൺടൈംലി ഡെത്ത് എത്ര മാസത്തിനുള്ളിൽ ഫില്ല് ചെയ്യണമെന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്? വിത്തിൻ 2 months. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, കാഷ്വൽ വേക്കൻസി അപ്പം തന്നെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യും വേണം. മാത്രമല്ല അത് സബ്സിക്വൻ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യണം. എവിടെ? ആനുവൽ ജനറൽ മീറ്റിംഗിൽ. ആനുവൽ ജനറൽ മീറ്റിംഗില്ല, ജനറൽ മീറ്റിംഗ്, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ജനറൽ മീറ്റിംഗിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Prince is holding directorships in 20 companies, of which 7 are public companies. Out of 7, 3 have been categorized as dormant companies. Further, in 2 of these 7 public companies, he is holding alternate directorship. He has been offered directorship in 8 more public companies. Choose the correct alternative from the following options. ഓക്കെ, പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എത്ര കമ്പനീസിൽ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്? 20 കമ്പനീസിൽ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 20 കമ്പനീസിൻ്റെ ലിമിറ്റും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 20 കമ്പനീസിൽ എന്താണ് 7 എന്താണ് പബ്ലിക് കമ്പനീസാണ്. ഓക്കെ, ആ 7ൽ എത്ര കമ്പനീസ് ഡോമൻ കമ്പനീസാണ്? 3 കമ്പനീസ് ഡോമൻ കമ്പനീസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോമൻ കമ്പനീസിന് ഈ കേസ് എന്തല്ല, അപ്ലിക്കബിൾ അല്ല, ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. ഡോമൻ കമ്പനീസിനും സെക്ഷൻ 8 കമ്പനീസിനും ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ 20ൽ നമ്മൾ എന്ത് പറഞ്ഞു? 7 പബ്ലിക് കമ്പനീസാണ്. അപ്പോൾ 7 പബ്ലിക് കമ്പനീസ് എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് എത്ര വരുന്നത്? 10 ആണ് വരുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമുണ്ടോ? ഇല്ല, 7 ഉള്ളൂ. അപ്പോൾ പ്രശ്നമില്ല. അതിൽ തന്നെ 3 എന്താണ്? ഡോർമൻ കമ്പനീസാണ്. അപ്പോൾ ബാക്കി എഫക്റ്റീവായിട്ട് എത്ര വരുന്നുള്ളൂ? 4 വരുന്നുള്ളൂ. ആൻഡ് 7 പബ്ലിക് കമ്പനീസിൽ 2 എണ്ണത്തിൽ ആൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എന്ത്? ആൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പ് ആണെങ്കിൽ പോലും അതൊരു നോർമൽ ഡയറക്ടർഷിപ്പ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് കമ്പനീസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ 2 കമ്പനീസിൽ ആൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പ് ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഹി ഹാസ് ബീൻ ഓഫർ ഡയറക്ടർഷിപ്പ് ഇൻ 8 മോർ പബ്ലിക് കമ്പനീസ്. 8 പബ്ലിക് കമ്പനീസിലും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ടർഷിപ്പ് അയാൾക്ക് എന്തുണ്ട്? ഓഫർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി എത്ര കമ്പനീസിൽ? 8 കമ്പനീസിലും ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? അതോ 8ൽ എത്ര കമ്പനീസിൽ ഇനി അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഏറ്റവും മാക്സിമം ലിമിറ്റ് എത്രയാണ് പറയുന്നത്? 20 കമ്പനീസാണ് മാക്സിമം ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 20 കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 20 കമ്പനീസിൽ 7 പബ്ലിക് കമ്പനീസാണ്. പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് അവിടെ എക്സീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം 10 ആണ് പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് വരുന്നത്. ഓവറാൾ എത്ര കമ്പനീസുമാണ്? 20 ആണ്. അപ്പോൾ ആ 2 കേസിലും എന്ത് ചെയ്തിട്ടില്ല? എക്സീഡ് ചെയ്തിട്ടില്ല. ആൻഡ് 3 എന്താണ്? ഡോമൻ കമ്പനീസാണ്. അപ്പോൾ 3 അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എഫക്റ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര കമ്പനീസിൽ അയാൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ? 17 കമ്പനീസിലേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? 3 അതിലെന്താണ്? ഡോമൻ കമ്പനീസാണ്. ഇനി ആ 70ൽ 2 എന്താണ്? ആൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പാണ്. പക്ഷേ അത് നമുക്ക് കുറക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താണ്? ആൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പ് നോർമൽ ഡയറക്ടർഷിപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എത്ര എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്? 17 കമ്പനീസിൽ ഇപ്പോൾ അയാൾക്ക് എന്തുണ്ട്? ഡയറക്ടർഷിപ്പ് ഉണ്ട്. 8 മോർ കമ്പനീസിൽ ഓഫർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എത്ര കമ്പനീസിൽ പറ്റത്തുള്ളൂ? 20 മാക്സിമം ലിമിറ്റ്. അപ്പോൾ 3 കമ്പനീസിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഡി ആണ് വരുന്നത്. അലോങ് വിത്ത് എക്സിസ്റ്റിംഗ് 20 ഡയറക്ടർഷിപ്പ് ഹി ക്യാൻ ബി ഡയറക്ടർ ഓൺലി ഇൻ 3 new companies. Then question 3. Ritika Hospitality Services Limited, having its registered office in Bikaji, Kama Place, New Delhi, is providing various kind of services, major components of which are tours and travels, both in India and abroad. In addition to 6 directors, Andrist, a resident of Warsaw, Poland, also had directorship in the company as foreign director. However, due to his extremely busy schedule at Warsaw, he resigned and requested the company to relieve him from the directorship with effect from 23rd July 2021. With a view to intimate the ROC regarding resignation of Andres, the company filed DIR 12 on 26 July 2021. In respect of signing and filing of DIR 11, which of the following person in India can be authorized by Andres? In addition to a practicing chartered accountant, a cost accountant in practice, and a CS in practice, who can sign and file in the said form DIR 11 on his behalf. അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ. റിതിക ഹോസ്പിറ്റാലിറ്റി സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എവിടെയാണ് ഉള്ളത്? രജിസ്റ്റേർഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണുള്ളത്. അവിടെയുള്ള ഡയറക്ടേഴ്സിൽ ഒരു ഡയറക്ടർ എന്താണ്? ഫോറിൻ ഡയറക്ടറാണ്. ഓക്കെ, പോളണ്ടിലാണ് അയാളുടെ എന്ത് വരുന്നത്? റെസിഡൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ റിസൈൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോറിൻ ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ കമ്പനി ഓൾറെഡി DIR 12 ROCക്ക് ഈ സംഭവം ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോറിൻ ഡയറക്ടറിന് അയാളുടെ DIR 11 സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓതറൈസ് ചെയ്യാൻ പറ്റും. ആ 4 ആൾക്കാരാണ് പറയുന്നത് ആരൊക്കെയാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ദെൻ CS ഇൻ പ്രാക്ടീസ്, ആൻഡ് 4ാമത് പറയുന്നത് റെസിഡൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഈ ഫസ്റ്റിൽ പറയുന്നത് ഫസ്റ്റത്തെ 3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ആൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഹിസ് പ്രൊഫഷണൽ, ഓക്കെ, ഈ 4 ഏത് ആൾ അയാൾക്ക് ചൂസ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഹിസ് പ്രൊഫഷണൽ ഫ്രണ്ട് ശൈലജ, ആൻഡ് അഡ്വക്കേറ്റ് പ്രാക്ടീസിങ് ഡൽഹി ഹൈക്കോർട്ട്. ഓക്കെ, ആൾ പ്രൊഫഷണലാണ്, പ്രാക്ടീസിങ് പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ഈ കേസിൽ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, പ്രാക്ടീസിങ് CS, CA, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ.
Then, his cousin Bartek, residing in India and holding directorship in an unlisted company, namely Midila Dairy Products Limited. ഓക്കെ, വേറൊരു അൺലിസ്റ്റഡ് കമ്പനിയിൽ റെസിഡൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു കസിൻ ഉണ്ട്. അത് പറ്റുമോ? ഇല്ല, കാരണം ആ കമ്പനിയിലല്ല എന്ത് ചെയ്യുന്നത്, ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് ഏർലിയർ കോ ഡയറക്ടർ കൃതിക, എ റെസിഡൻറ്റ് ഡയറക്ടർ ഓഫ് കൃതിക ഹോസ്പിറ്റാലിറ്റി സർവീസസ് ലിമിറ്റഡ്, ഹു ഫയൽഡ് DIR 12 of the company intimating ROC regarding resignation of Anthrax. ഓക്കെ, കൃതിക ഹോസ്പിറ്റാലിറ്റി സർവീസസിൽ അയാൾ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ അയാൾ ഉണ്ടായിരുന്ന ഒരു കോ ഡയറക്ടർ ഉണ്ട്, കൃതിക എന്ന് പറഞ്ഞിട്ടുള്ള ആളെന്താണ്, റെസിഡൻ്റ് ആണ്. അപ്പോൾ ആളെ ഓതറൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്, നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരിക്കണം. ഇയാൾ എന്താണ്, ഡയറക്ടറുമാണ്, ആ കമ്പനിയുടെ ഡയറക്ടറുമാണ്, എന്താണ്, റെസിഡൻറ്റും ആണ്. ആൻഡ് ഹിസ് ക്ലോസ് ഫ്രണ്ട് ദാവൻഷ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് സൺഷൈൻ. ഓക്കെ, വേറൊരു ലിസ്റ്റഡ് കമ്പനിയിലുള്ള മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷെ പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. Then question 4. Mr. A, Mr. B and Mrs. C, Mr. D, Mr. E are 5 directors of Elite Transporters Limited. The board of directors of Elite Transporters Limited conducted 5 board meetings in the financial year 2020-21, which were attended by Mr. A, Mrs. C and Mr. D in full, whereas Mr. B attended only 4 meetings. However, it was noticed that Mr. E failed to attend any of the board meetings and therefore was liable to vacate the office of directorship, but he did not vacate the office despite attracting the disqualification. You are required to choose the correct option in case of Mr. E for attracting the disqualification but not vacating the office of directorship as a consequence thereof. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ്സ് നടന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസം അയാൾ ബോർഡ് മീറ്റിംഗ്സ് എല്ലാ മീറ്റിംഗ്സിൽ നിന്നും ഒരു ഡയറക്ടർ അബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്താവും, ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ, ഒരു വർഷം മുഴുവനും അയാൾ ബോർഡ് മീറ്റിംഗ്സോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്താവും, ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ ഈ കേസിൽ 5 ഡയറക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. 3 ഡയറക്ടേഴ്സ്, അതായത് എയും സിയും ഡിയും 5 മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബി 4 മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ എന്താണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, ആ വർഷത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ എന്താവും, ഡിസ്ക്വാളിഫൈഡ് ആവും. പക്ഷേ ഡിസ്ക്വാളിഫൈഡ് ആയതിനു ശേഷം അയാൾ എന്ത് ചെയ്തില്ല, ഓഫീസ് വേക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ എന്തായി, അവിടെ ഒരു ഡിഫോൾട്ട് വന്നു. ഓക്കെ, അപ്പോൾ കോൺട്രാവെൻഷൻ ഓഫ് പ്രൊവിഷൻ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അയാൾക്ക് വരുന്ന പണിഷ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. മിസ്റ്റർ ഇ ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1 lakh ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh. ദെൻ ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 50,000 ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh. Then 1 lakh which may extend to 3 lakh. Then 1,50,000 which may extend to 3 lakh. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? നോട്ട് ലെസ് ദാൻ 1 lakh which may extend to rupees 5 lakh. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. Then, question 5. Amal Limited is a listed company engaged in the production of furniture and fittings at its factory located in Pune. There are 50,000 small shareholders of which some want to elect a small shareholders director so that due representation to the small shareholders is accorded to the company and the issues relating to them are resolved during the board meetings at the earliest. Accordingly, 750 small shareholders served a notice on the company for the appointment of Vishal, a small shareholders who, if elected, shall hold the office of director on behalf of small shareholders. ഓക്കെ, ഒരു കമ്പനിയിൽ എന്തുണ്ട്, ഇത് ഏത് കേസാണ് പറയുന്നത്? സ്മാൾ ഷെയർ ഹോൾഡർ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ 50,000 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്താണ്, ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു സുവമോട്ടോ അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ 14 days മുമ്പായിട്ട്, മീറ്റിങ്ങിന് മുമ്പായിട്ട് കൊടുക്കണം. അപ്പോൾ ആ നോട്ടീസ് എത്ര ആൾക്കാർ കൊടുക്കണം? ഓക്കെ, എത്ര ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? നോട്ട് ലോവർ ഓഫ് 1000 ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ 1/10 ഓഫ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അക്കോർഡിംഗ്ലി 750 സ്മാൾ ഷെയർ ഹോൾഡേഴ്സാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടീസ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറ്റുമോ, വാലിഡ് ആവോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞ കേസ് എങ്ങനെയാണ്, ഒന്നെങ്കിൽ 1000 ഷെയർ ഹോൾഡേഴ്സ് മിനിമം, നോട്ട് ലോവർ ഓഫ് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുക്കണം? 1000 ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1/10 ഓഫ് സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ എന്തിനാണ് ഈ 1000 1/10 രണ്ട് കേസ് വെച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ മിനിമം 1000 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ചിലപ്പം 1000 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ല. ചിലപ്പം എത്ര ഉണ്ടാവുള്ളൂ, ഒരു 500 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് മിനിമം
മീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 500 ഷെയർ ഹോൾഡേഴ്സ്, 1000 താഴെയാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കേസാണ് അപ്ലിക്കബിൾ ആവുക? 1/10 എന്നുള്ള കേസാണ് അപ്ലിക്കബിൾ ആവുക. ഇവിടെ 50,000 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അതായത് 1000 മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/10 കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മിനിമം എത്ര മതി? 1000 മതി. ഇവിടെ 1000 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. 750 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് ഓപ്ഷനാണുള്ളത്? ഒന്നെങ്കിൽ 1000 അല്ലെങ്കിൽ 1/10 എന്ന് പറയുമ്പോൾ 5000. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ്? 1000 ഷെയർ ഹോൾഡേഴ്സെങ്കിലും എന്ത് കൊടുക്കണം? നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ ബി, നോട്ടീസ് സർവ്ഡ് ബൈ 750 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് വാലിഡ്. 750 സ്മാൾ ഷെയർ ഹോൾഡേഴ്സ് എന്തല്ല? വാലിഡ് അല്ല. ആൻഡ് 1000 ഷെയർ ഹോൾഡേഴ്സ് കൊടുത്താൽ മാത്രമേ അതുണ്ടാവുള്ളൂ വാലിഡ് ആവുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ഇനെലിജിബിലിറ്റി. ഓക്കെ, ഇനെലിജിബിൾ ആവുന്ന ചില കണ്ടീഷൻസ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കേസ് നമ്മൾ പറഞ്ഞു, എന്ത്? അയാളും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ആളും അയാളുടെ റിലേറ്റീവും ആവാൻ പാടില്ല, പ്രൊപ്പർട്ടർ, എംപ്ലോയി, പാർട്ട്ണർ ഇൻ കറൻറ്റ് ഇയർ പ്ലസ് ലാസ്റ്റ് 3 ഇയേഴ്സ്. കഴിഞ്ഞ 3 വർഷം കറൻറ്റ് ഇയറിലും പാർട്ട്ണറോ എംപ്ലോയിയോ പ്രൊപ്പർട്ടറോ ആവാൻ പാടില്ല. എന്തിലൊക്കെ? CS ഇൻ പ്രാക്ടീസ്. ഓക്കെ, CS ഇൻ പ്രാക്ടീസ് ആവാൻ പാടില്ല. ദെൻ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് ആവാൻ പാടില്ല. ദെൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫേമും ആവാൻ പാടില്ല. ദെൻ ഇവർക്ക് 3 പേർക്കും ഇയറിൻ്റെ ലിമിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത് ലീഗൽ അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ആർക്ക് ഏത് കമ്പനിയും, അതായത് ഒരു കമ്പനിയുടെ അസോസിയേറ്റ് ആവാം, ഹോൾഡിംഗ് ആവാം, എന്തായിക്കോട്ടെ, 4ഉം എന്താണ് കണക്റ്റഡ് ആണ്. അപ്പോൾ ക്യാഷിൻ്റെ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് ആവാൻ പാടില്ല, CS ഇൻ പ്രാക്ടീസ് ആവാൻ പാടില്ല, CA ഇൻ പ്രാക്ടീസും ആവാൻ പാടില്ല. എത്ര വർഷം? ലാസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയറിലും കറൻറ്റ് ഇയറിലും. ദെൻ ലീഗൽ അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം കേസ് തന്നെ പ്ലസ് ഒരു ലിമിറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. 10% ഗ്രോസ് ടേൺ ഓവറിൻ്റെ, കമ്പനിയുടെ 10% ഗ്രോസ് ടേൺ ഓവറോ അതിന് മുകളിലോ ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ ഇനെലിജിബിൾ ആവത്തുള്ളൂ. അതിന് താഴെയാണ് ട്രാൻസാക്ഷൻ എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? മിസ്റ്റർ എസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ഏത് കമ്പനിയുടെ? H ലിമിറ്റഡ് കമ്പനിക്ക് മിസ്റ്റർ എസിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. ഈ മിസ്റ്റർ എസ് ആൻഡ് അസോസിയേറ്റ്സ് LLPൻ്റെ മാനേജിങ് പാർട്ട്ണറാണ്. ഈ LLP എന്താണ്? H ലിമിറ്റഡിൻ്റെ അസോസിയേറ്റ് കമ്പനി ആയിട്ടുള്ള ജനസിസ് ലബോറട്ടറി ലിമിറ്റഡിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. അപ്പോൾ ഈ കേസ് എന്താണ്? ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഗൽ അഡ്വൈസറിൻ്റെ കേസിൽ 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, കറൻറ്റ് ഇയറിലും പ്ലസ് 3 ഫിനാൻഷ്യൽ ഇയർ, ലാസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയറിലും ആവാൻ പാടില്ല. ദെൻ ടേൺ ഓവറിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 3 വർഷത്തെ ആ ഒരു കേസിൽ വരുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് അവരെന്താണ്? ലീഗൽ അഡ്വൈസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും എന്താണ്? ട്രാൻസാക്ഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫീസ് എത്രത്തോളം മേടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 3 വർഷം എത്ര ഫീസ് മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 18 to 19 2 crore ഫീസ് മേടിച്ചിട്ടുള്ളത്. ക്രോസ് ടേൺ ഓവർ എത്ര വരുന്നുണ്ട്? 40 crores വരുന്നുണ്ട്. അവിടെ 10% എക്സീഡ് ചെയ്തോ? ഇല്ല. ദെൻ 19-20 10 crore ഫീസ് മേടിച്ചിട്ടുണ്ട്. 50 crore ടേൺ ഓവർ ഉള്ളൂ. അവിടെ 10% എന്ത് ചെയ്തു? എക്സീഡ് ചെയ്തു. ഓക്കെ, കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ കമ്പനിയുടെ ടേൺ ഓവർ ആയിട്ടുള്ള 50 crore എക്സീഡ് ചെയ്തു. അതായത് 5 crore 10% വരിക. അതിന് എക്സീഡ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടന്നില്ലേ? അവിടെ ഫീസ് മേടിച്ചില്ലേ? ദെൻ അടുത്ത വർഷം ഫീസൊന്നും മേടിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ലീഗൽ അഡ്വൈസർ മാറിയിട്ടുണ്ടാവാം. ദെൻ 45 crores ആണ് എന്ത് വരുന്നത്? ഗ്രോസ് ടേൺ ഓവർ വരുന്നത്. അപ്പം ഇതിലേതാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് H ലിമിറ്റഡ് ക്യാൻ അപ്പോയിൻറ്റ് മിസ്റ്റർ എസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റെസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട്. അതായത് എസിനെ H ലിമിറ്റഡിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അത് അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ പോലും, ജനസിസ് ലബോറട്ടറി ലിമിറ്റഡ് അസോസിയേറ്റ് കമ്പനി ആണെങ്കിലും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ക്യാഷ് കമ്പനി വരുന്നത് ഏതാണ്? H ലിമിറ്റഡ് ആണ്. H ലിമിറ്റഡിൻ്റെ ലീഗൽ അഡ്വൈസർ ആണോ ഇത്? അല്ല. എന്തിൻ്റെ ലീഗൽ അഡ്വൈസറാണ്? അസോസിയേറ്റ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. അപ്പോൾ അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ പോലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. പറ്റുമോ? ഇല്ല. അസോസിയേറ്റ് കമ്പനി എന്താണ്? ഈ കേസിൽ അപ്ലിക്കബിൾ ആണ്. ദെൻ H ലിമിറ്റഡ് ക്യാൻ അപ്പോയിൻറ്റ് മിസ്റ്റർ എസ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആസ് ഹി ഈസ് എ മാനേജിംഗ് പാർട്ണർ ഓഫ് ദ ഫേം വിച്ച് ഇസ് എ ലീഗൽ അഡ്വൈസേഴ്സ് ടു ജനറൽ ലബോറട്ടറി ലിമിറ്റഡ് ഇറ്റ്സ് അസോസിയേറ്റ് കമ്പനി റെസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഫീസ്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്? അസോസിയേറ്റ് കമ്പനി ആണെങ്കിലും അല്ലെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. അത് പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? അസോസിയേറ്റ് കമ്പനിയൊക്കെയാണ്, പക്ഷേ ഫീസ് നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പറ്റുമോ? ഇല്ല. കാരണം ഫീസിന് പ്രൊവിഷനിൽ ലിമിറ്റ് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് H ലിമിറ്റഡ് കനോട്ട് അപ്പോയിൻറ്റ് മിസ്റ്റർ എസ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആസ് ഹി ഈസ്
a managing partner of the firm, which is legal advisor to Genesis Laboratory Limited, its associate company, and the fees charged by Mr. X exceeds the percentage as specified in the Companies Act. ഓക്കെ, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ എന്തുണ്ട്, ഫീസ് എക്സീഡ് ചെയ്തതുകൊണ്ട് തന്നെ 10% ആ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്തുകൊണ്ട് തന്നെ എസ്സിന് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് തേർഡ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ പറയുന്നത് എന്താണ്, ഫീസ് കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഫീസ് കൺസിഡർ ചെയ്യാതെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് എന്താണ്, തേർഡാണ്. ബിയിലും അപ്പോയിൻറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും റീസൺ കറക്റ്റ് അല്ല പറയുന്നത്. പക്ഷെ സിയിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടെന്നും പറയുന്നുണ്ട്, റീസൺ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് MCQയിൽ നമുക്ക് എപ്പോഴും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ കൊടുക്കേണ്ടത്. Then, National Software Limited, a government company with 14 directors, is desirous of appointing 2 more directors to enable good governance and to manage its affairs more efficiently and effectively. However, Mr. X, the managing partner of National Software Limited, is of the view that the company can validly appoint only 1 more director, and therefore appointment of 2 more directors would be a violation of the statutory provisions. ഓക്കെ, കമ്പനിക്ക് എന്തുണ്ട്, 14 ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു ഗവൺമെൻറ് കമ്പനിക്ക് 14 ഡയറക്ടേഴ്സ് ഉണ്ട്. ഇസ് ഡിസൈറസ് ഓഫ് അപ്പോയിൻറ്റിങ് 2 മോർ ഡയറക്ടേഴ്സ്, 2 ഡയറക്ടേഴ്സിനും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനി ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു എനബിൾ ഗുഡ് ഗവർണൻസ്, ഓക്കെ, ഗുഡ് ഗവർണൻസും അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡയറക്ടേഴ്സിനും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ എക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിനും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഓൾറെഡി 14 ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എല്ലാ കമ്പനിയും, പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, കമ്പനീസിന് നമ്മൾ എത്ര ലിമിറ്റാണ് പറഞ്ഞത്, 15 ഡയറക്ടേഴ്സിൻ്റെ ലിമിറ്റാണ് പറഞ്ഞത് മാക്സിമം. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 2 ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് അപ്ലിക്കബിൾ എന്നല്ല. ഈ മാക്സിമം മിനിമം ആ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലിമിറ്റ് നമ്മൾ ഈ പ്രൊവിഷൻ ഏത് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നു, ഗവൺമെൻറ് കമ്പനിക്ക് എന്തല്ല അപ്ലിക്കബിൾ അല്ല. ഇവിടെ ഗവൺമെൻറ് കമ്പനിയല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്. ദ കണ്ടക്ഷൻ ഓഫ് മിസ്റ്റർ എക്സ്, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് 2 more directors in the company, thus raising the number of directors to more than 15 is valid, since such an action shall violate the statutory provisions. ഓക്കെ, മിസ്റ്റർ എക്സ് വാലിഡ് ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. എന്ത്, ഒരു ഡയറക്ടറിനെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 2 ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ബി പറയുന്നത് എന്താണ്, വാലിഡ് ആയിട്ട് 15 ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് മോർ ദാൻ 15 ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് കമ്പനി ഇതിൽ വാലിഡ് ആണ് ബൈ പാസിങ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ഇൻ ദ ജനറൽ മീറ്റിംഗിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡയറക്ടേഴ്സിന് മുകളിൽ നമുക്ക് നമ്പർ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. തെറ്റാണ്. ഓക്കെ, ഒരു മാക്സിമം എത്ര പറ്റുള്ളൂ, 15 പറ്റത്തുള്ളൂ. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് മോർ ദാൻ 15 ഡയറക്ടേഴ്സ് ക്യാൻ ബി വാലിഡ്ലി മെയ്ഡ് ബൈ നാഷണൽ സോഫ്റ്റ്വെയർ ലിമിറ്റഡ് ബൈ പാസിങ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ആദ്യം പറഞ്ഞത് ഓർഡിനറി റെസൊല്യൂഷൻ ആണ്. ദെൻ തേർഡ് കേസ് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി, അങ്ങനെയാണെങ്കിൽ പറ്റുമെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. Then, in view of the fact that government companies are exempt from the provision which limits the maximum number of directors in a company. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലിമിറ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഗവൺമെൻറ് കമ്പനി അതിന് എക്സംപ്റ്റഡ് ആണ്. നാഷണൽ സോഫ്റ്റ്വെയർ ലിമിറ്റഡിന് എത്ര ചെയ്യാൻ പറ്റുള്ളൂ, എത്ര പറ്റും, ക്യാൻ അപ്പോയിൻറ്റ് 2 more ഡയറക്ടേഴ്സ്, 2 ഡയറക്ടേഴ്സിനും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് മാത്രം നോക്കിയാൽ പോയാൽ എന്തുകൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല, അതിൻ്റെ റീസൺ കൂടെ ശരിയായാൽ മാത്രമേ ഓപ്ഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. എന്താണ്, ഗവൺമെൻറ് കമ്പനീസ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. Then question 8, in compliance with the Companies Act 2013, at least 1 women director. Okay, വുമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട കേസ് നമ്മൾ പറഞ്ഞു. ചില കമ്പനീസിൽ മാത്രം അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു വുമൻ ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം, മാൻഡേറ്ററി അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കേസിൽ നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണം, എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും എന്ത് ചെയ്യണം, വുമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആൻഡ് എനി അതർ പബ്ലിക് കമ്പനി ഹൂസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, എത്ര പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 100 crores അല്ലെങ്കിൽ ടേൺ ഓവർ 300 crores എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻറ്റ് ചെയ്യണം, വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മിസ് റിയനെയാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതിലാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ മാൻഡേറ്ററി ആയിട്ടുള്ളത് നോക്കാം. PQR ലിമിറ്റഡ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഹൂസ് പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 150 crore rupees ആണ്. ഇവിടെ നമ്മളടുത്ത് എന്ത് പറയുന്നില്ല, 100 crores എത്ര എക്സീഡ് ചെയ്യുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല. 150 crore rupees എക്സീഡ് ചെയ്യുന്നില്ല എന്നേ മാത്രമേ പറയുന്നുള്ളൂ. എത്രയാണ്
എന്തെന്ന് പറയുന്നില്ല, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ആൻഡ് ABC ലിമിറ്റഡിൻ്റെ കേസിൽ എന്താണ്, ലിസ്റ്റഡ് കമ്പനിയാണ്. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനിക്ക് ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലിസ്റ്റഡ് കമ്പനിയിൽ എന്തായിരിക്കണം, മാൻഡേറ്ററി ആയിട്ട് വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ തേർഡ് കേസ് പറയുന്നത് XYZ ലിമിറ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി ഹൂസ് ടേൺ ഓവർ ഇസ് നോട്ട് മോർ ദാൻ 300 rupees. ഓക്കെ, 300 കോടിക്ക് മുകളിൽ അല്ല ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിന് മുകളിലല്ല എന്ന് നമ്മൾ ഓൾറെഡി അറിയാം. അപ്പോൾ എന്താണ്, വിമൻ ഡയറക്ടർ മാൻഡേറ്ററി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എന്താണ്, 100 crores പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എക്സീഡ് ചെയ്യുന്നില്ല ആൻഡ് ടേൺ ഓവർ എന്താണ് 300 crores താഴെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട, വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് ഏതാണ്, ബി ആണ്. കാരണം ലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ ടേൺ ഓവറിൻ്റെയോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെയോ ലിമിറ്റ് വരുന്നില്ല. എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും വിമൻ ഡയറക്ടറിനെ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടർ. Then question 9. Kudumb Agro Limited, a newly incorporated company, has not mentioned the names of the first directors in its articles of association. There are 8 subscribers to the memorandum of association, including Parivar Agro Private Limited. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസിൽ പറഞ്ഞു, ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഈസ് ഡീംഡ്. ഓക്കെ, MOൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണോ ഓരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് ഡീംഡ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ആ മെമ്പേഴ്സ് എന്തായിരിക്കണം, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അതിൽ പാർട്ട്ണർഷിപ്പിന് ഒക്കെ ഫേമും കമ്പനീസും ഒക്കെ ചിലപ്പം അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടാകും. അവരെന്ത് ചെയ്യില്ല, ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് MOA ഇസ് ഡീംഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഏത് കേസിൽ, ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാത്ത കേസിൽ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എ ന്യൂലി ഇൻകോർപ്പറേറ്റഡ് കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഡയറക്ടേഴ്സിന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ പ്രകാരമുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സാണ് എന്താവുക, ഡീംഡ് ആയിട്ട് അപ്പോയിൻ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു മെമ്പർ പരിവാർ അഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, വേറൊരു കമ്പനിയാണ്, ഇൻഡിവിജ്വൽ ആണോ? അല്ല. അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് അപ്ലിക്കബിൾ ആവുക, എല്ലാ ഡയറക്ടേഴ്സും. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ആൾ ദ 8 സബ്സ്ക്രൈബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ടർ ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഒരു മെമ്പർ കമ്പനിയാണ്, ഇൻഡിവിജ്വൽ അല്ല. ദെൻ എക്സെപ്റ്റ് പരിവാർ അഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് ആൾ അതർ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. പരിവാർ അഗ്രോ ലിമിറ്റഡ് അല്ലാത്ത ബാക്കി എല്ലാ മെമ്പേഴ്സിനും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, then question 10. The turnover of XYZ Components Limited as on the last date of audited affairs is 400 crore rupees. An intermittent vacancy of a women director arose on June 15. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീൻ്റെ കേസിൽ 300 crores ടേൺ ഓവർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വിമൻ ഡയറക്ടറിനെ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ വിമൻ ഡയറക്ടറിൻ്റെ വേക്കൻസി വരും. ഓക്കെ, ഒരു വിമൻ ഡയറക്ടർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി വരും. ആ ഇൻ്റർമീഡിയറ്റ് വേക്കൻസി 3 മാസമോ, നമ്മൾ ലിമിറ്റ് പറഞ്ഞിരുന്നു, 3 മാസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് എന്നാണ് നടക്കുന്നത്, വിച്ച് എവർ ഈസ് ലേറ്റർ, അന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ആൻ ഇൻ്റർമീഡിയറ്റ് വേക്കൻസി എന്നാണ് എറോസ് ചെയ്യുന്നത്, June 15 ആണ് എറോസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ റിസൈനേഷൻ ഓഫ് മിസ് സ്വാതി. ദെൻ ഇമ്മീഡിയറ്റ് ബോർഡ് മീറ്റിംഗ് നടന്നത് എന്നാണ്, October 10. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റിനാണ് ആ വേക്കൻസി ഓഫ് വിമൻ ഡയറക്ടർ ഫില്ല് ചെയ്യുന്നത്? സോ വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഡേറ്റ് നമ്മൾ എന്നാണ് പറഞ്ഞത്, 3 മാസം കഴിഞ്ഞിട്ടോ, അതായത് എന്നാണോ റിസൈൻ ചെയ്തത് അല്ലെങ്കിൽ റിട്ടയർ ചെയ്തത് അന്ന് തൊട്ടിട്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് വരുന്നതോ ഏതാണ് ലേറ്റർ ആയിട്ട് വരുന്നത് അന്നാണ് വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ June 15, അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഓക്കെ, September 14 3 months കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വരുന്നത്. ദെൻ ബോർഡ് മീറ്റിംഗ് എന്നാണ് നടന്നത്, October 10. നമ്മളടുത്ത് എന്താ പറഞ്ഞത്, വിച്ച് എവർ ഈസ് ലേറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then Mr. Q, a director of PQR Limited, is proceeding on a foreign tour covering entire Europe for 4 months. He proposed to appoint Mr. Y as an alternate director to act on his behalf during his absence. The Articles of Association of PQR Limited provide for the appointment of alternate directors. Mr. Q claims that he has the right to appoint alternate director of his choice. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത് ആരാണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ആ പവർ ആർക്കാണ് കൊടുക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് എന്ത് കൊടുക്കുന്നത്, പവർ കൊടുക്കുന്നത്. പക്ഷേ എന്താണ്, ഇവിടുന്ന് റെസിഡൻ്റ് അല്ലാതെ, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്ന ഡയറക്ടറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഡയറക്ടറിന് ഇൻഡിവിജ്വലി ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ കേസിൽ ചോദിക്കുന്നത്.
പറ്റുമോ? ഇല്ല. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മൊത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പവർ കൊടുക്കുന്നത്. പക്ഷേ ഈ കേസിൽ എന്താണ് മിസ്റ്റർ ക്യൂ പറയുകയാണ് എനിക്ക് ഇഷ്ടമുള്ള ആൾ എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് പകരമായിട്ട് ഒരു ഡയറക്ടറിനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൺസെൻറ്റ് ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ക്ലെയിം മെയ്ഡ് ബൈ മിസ്റ്റർ ക്യൂ ടു അപ്പോയിൻറ്റ് മിസ്റ്റർ വൈ ആസ് ദ ആൾട്ടർനേറ്റ് ഡയറക്ടർ ഇസ് വാലിഡ്. കാരണം ഇത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് അത് അയാൾ പറയുന്നത് വാലിഡ് ആണ്, കാരണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിനുള്ള പവർ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പവർ ആർക്കാണ് കൊടുക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് പവർ കൊടുക്കുന്നത്. ദെൻ ക്ലെയിം മെയ്ഡ് ബൈ മിസ്റ്റർ ക്യൂ ടു അപ്പോയിൻറ്റ് മിസ്റ്റർ വൈ ആസ് ആൾട്ടർനേറ്റ് ഡയറക്ടർ ഇസ് നോട്ട് വാലിഡ് ആസ് അതോറിറ്റി ടു അപ്പോയിൻറ്റ് ആൾട്ടർനേറ്റ് ഡയറക്ടർ ഹാസ് ബീൻ വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺലി ആൻഡ് ദാറ്റ് ടു സബ്ജക്ട് ടു എംപവർമെൻറ്റ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അതിനുള്ള എന്ത് കിട്ടുന്നത്, പവർ കിട്ടുന്നത്. ആൻഡ് ആ പവർ ആരാണ് കൊടുക്കുന്നത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ വേണമെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ജസ്റ്റ് നോക്കാം. സോ ഐ കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എൻ്റെ യൂറോപ്പ് 4 months വിച്ച് ഈസ് ലെസ് ദാൻ ദ റിക്വയർഡ് അബ്സെൻസ് ഓഫ് മിനിമം 6 months. മിനിമം 6 months ആണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആൾട്ടർനേറ്റ് ഡയറക്ടറിൻ്റെ കേസിൽ? അല്ല, 3 months ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 months പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ മിസ്റ്റർ വൈ കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റ് ഡയറക്ടർ. കാരണം എന്താണ്? 4 months ഉള്ളൂ. ദാറ്റ് ഈസ് ലെസ് ദാൻ റിക്വയർഡ് അബ്സെൻസ് ഓഫ് മിനിമം 9 months. 9 months ആണോ പറഞ്ഞിട്ടുള്ളത്? മിനിമം അല്ല, 3 months ആണ് പറഞ്ഞത്. 3 months കൂടുതലായിട്ട് അബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. Then question number 12. Mr. Nagarjuna, one of the directors of MGT Mechanics Limited, due to his own business interests, decided to resign as director and accordingly sent his resignation letter dated 12th June. അപ്പോൾ ഈ കേസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൈനേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡേറ്റിനാണ് റിസൈനേഷൻ എഫക്റ്റ് ആവുക എന്നുള്ള ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? നോട്ടീസ് എന്നാണോ റിസീവ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റും കൺസിഡർ ചെയ്യും. ദെൻ നോട്ടീസിലുള്ള ഡേറ്റും കൺസിഡർ ചെയ്യും. ആ 2 ഡേറ്റിൽ ലേറ്റർ ആയിട്ട് വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റാണ് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റിസൈനേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ റിസൈനേഷൻ ലെറ്ററിൽ ഡേറ്റ് ചെയ്യുന്നത് എന്നാണ്? 12th June ടു ദ കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഇൻറ്റൻസ് ടു റിസൈൻ വിത്ത് എഫക്റ്റ് ഫ്രം 15th June. അപ്പോൾ 12-ാം തീയതിയാണ് നോട്ടീസ് അയച്ചത്. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ്, അതായത് എന്ന് തൊട്ടാണ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് എന്നാണ്? 15th June. പക്ഷേ since no communication in relation to his resignation was received from MGT Mechanics Limited, he sent an email on 17th June. ഓക്കെ, 17-ാം തീയതി ജൂണിന് എന്ത് ചെയ്തു? ഒരു ഇമെയിൽ കൂടി അയച്ചു. കാരണം എന്താണ്? അതുവരെ റിസൈനേഷൻ റിസീവ് ചെയ്തതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും കമ്പനി എന്ത് ചെയ്തിട്ടില്ല, തിരിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, however MGT Mechanics Limited received his resignation letter on 18th June. അപ്പോൾ നോട്ടീസ് കിട്ടിയതായിട്ട് കമ്പനി പറയാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? 17-ാം തീയതി ഒരു മെയിൽ കൂടി അയച്ചു. ഓക്കെ, മെയിൽ അയച്ചതിന് ശേഷം 18-ാം തീയതിയാണ് റിസൈനേഷൻ ലെറ്റർ അല്ലെങ്കിൽ ആ നോട്ടീസ് കിട്ടുന്നത്. ഓക്കെ, 17-ാം തീയതി വരെ നോട്ടീസ് എത്തിയതായിട്ട് കാണാത്തതുകൊണ്ട് അയാൾ മെയിൽ കൂടി അയച്ചിട്ടു. പക്ഷേ 18-ാം തീയതി ആയപ്പോഴേക്കും എന്ത് കിട്ടി? ലെറ്റർ കമ്പനിക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൈനേഷൻ്റെ എഫക്റ്റീവ് ഡേറ്റ് എന്നാണ് വരുന്നത്? നമ്മൾ എന്താ പറഞ്ഞത്? നോട്ടീസിൽ ഉള്ള ഡേറ്റ് കിട്ടും. നോട്ടീസ് അയച്ച ഡേറ്റിന് ഒരു വാലിഡിറ്റി ഇല്ല. നോട്ടീസിൽ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റോ അല്ലെങ്കിൽ എന്നാണോ കമ്പനി റിസീവ് ചെയ്ത ഡേറ്റ് വിച്ച് ആർ ഈസ് ലേറ്റർ. കമ്പനി റിസീവ് ചെയ്തതെന്നാണ്? 18th June. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് എന്നാണ്? 15th June. ലേറ്റർ ആയിട്ട് വരുന്നതാണ് ഏതാണ്? 18th June. Then Board of Directors of M&O Pharma Limited is willing to appoint Mr. R, a qualified cost accountant having 15 years of rich industrial experience, as additional director, but the articles of association are silent about such appointment. Mr. M, the managing director of M&O Pharma Limited, is of the view that board does not have the power to appoint an additional director, and therefore if any such appointment is made, it shall be invalid. Okay. മിസ്റ്റർ ആറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്? സൈലൻ്റ് ആണ്. ഈ കേസിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൈലൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഒന്നും പവർ കൺഫർ ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിനുള്ള അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല എന്നാണ് ആരുടെ വ്യൂ? മിസ്റ്റർ എമ്മിൻ്റെ വ്യൂ. അങ്ങനെയാണെങ്കിൽ ഫോളോയിങ് 4 ഓപ്ഷനിൽ ഏതാണ് ആപ്ലിക്കബിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാം? അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പവർ കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡയറക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗ് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡിനറി റെസൊല്യൂഷൻ മതി അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്? സൈലൻ്റ് ആണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. അതും പോരാ. ആൻ എനേബിളിംഗ് പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇസ് നീഡഡ് വിച്ച് കൺഫേഴ്സ് റിക്വസൈറ്റ് power on the board of directors of M&O Pharma Limited
ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ഡയറക്ടർ. അതായത് തേർഡ് ഓപ്ഷൻ എന്താ പറയുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ള ഒരു എനബിളിംഗ് പ്രൊവിഷൻ. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് കൊടുക്കണം, പവർ കൊടുക്കണം ആർക്ക്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. ആരെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്, സി. Then Mr. Z is proposed to be appointed as the director in R Limited. It is noteworthy that Mr. Z already holds directorship in 1 dormant company, 2 Section 8 companies and 8 public limited companies and 9 private limited companies. However, out of 9 private limited companies, 2 are subsidiaries of public limited companies. In the given circumstance, is it possible to Mr. Z to accept another directorship in R Limited without attracting any invalidity? ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എന്താ പറയുന്നത്, എത്ര ലിമിറ്റ് ഉണ്ട് ഇവിടെ നമുക്ക്, 20 കമ്പനീസിൻ്റെ ലിമിറ്റും ഉണ്ട്, 10 കമ്പനീസിൻ്റെ ലിമിറ്റും ഉണ്ട്. 20 കമ്പനീസിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഓവറാൾ ടോട്ടൽ നമ്പർ ഓഫ് കമ്പനീസിൻ്റെ കേസാണ് പറയുന്നത് 20. അതിൽ പബ്ലിക് കമ്പനീസിൽ എത്ര ലിമിറ്റ് പറ്റുള്ളൂ, 10 കമ്പനി മാത്രമേ പബ്ലിക് കമ്പനീസിന് ലിമിറ്റ് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. കാരണം എന്താണ്, 8 പബ്ലിക് കമ്പനീസിൽ എന്താണ് ഇയാൾ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ടോട്ടൽ എത്ര കമ്പനി ഉണ്ട്, 1 ഡോർമെൻറ്റ് കമ്പനി ഉണ്ട്, 2 സെക്ഷൻ 8 കമ്പനീസ് ഉണ്ട്. ഇത് രണ്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇത് രണ്ടും ഈ ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് എത്ര കമ്പനീസ് ഉണ്ട്, 8 പബ്ലിക് കമ്പനീസും ദെൻ 9 പ്രൈവറ്റ് കമ്പനീസും ആണുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ 20 കമ്പനീസിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നില്ല, പക്ഷേ 10 കമ്പനീസിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, 8 പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ബാക്കി 9ൽ 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്താണ്, ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ, അല്ലെങ്കിൽ ഈ നല്ല വേറെ ഏതെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ എന്താണ്, സബ്സിഡിയറീസ് ആണ്. അപ്പോൾ സബ്സിഡിയറി ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, പബ്ലിക് കമ്പനി ആയിട്ടാണ് ഈ കേസിൽ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര എണ്ണമായി, 10 ലിമിറ്റ് ക്രോസ് ചെയ്തു. ഓക്കെ, 10 ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല, 10 ലിമിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഡയറക്ടർഷിപ്പ് കൂടാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മിസ്റ്റർ Z ടു അക്സെപ്റ്റ് അനദർ ഡയറക്ടർഷിപ്പ് ഇൻ ആർ ലിമിറ്റഡ് സിൻസ് ഹി ഈസ് ഓൾറെഡി ഹോൾഡിംഗ് ഡയറക്ടർഷിപ്പ് ഇൻ 20 കമ്പനീസ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എന്താണ്, അയാൾ ഓൾറെഡി 20 കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് സെറ്റിന് പോസിബിൾ അല്ല, ഡയറക്ടർഷിപ്പിന് ഹോൾഡ് ചെയ്യാൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഓൾറെഡി 20 കമ്പനീസ് ആവുന്നുണ്ടോ, ഇല്ല. കാരണം ഡോർമെൻറ്റ് കമ്പനിയും സെക്ഷൻ 8 കമ്പനീസും ഈ ലിമിറ്റിൽ ഇൻക്ലൂഡ് ആവത്തില്ല. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ബാക്കി നോക്കുകയാണെങ്കിൽ 20 കമ്പനീസിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടല്ല അയാൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ റീസൺ തെറ്റാണ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ മിസ്റ്റർ Z ടു അക്സെപ്റ്റ് അനദർ ഡയറക്ടർഷിപ്പ് ഇൻ ആർ ലിമിറ്റഡ് സിൻസ് ഹി ഈസ് ഓൾറെഡി ഹോൾഡിംഗ് ഡയറക്ടർഷിപ്പ് ഇൻ 8 പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് 2 സച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വിച്ച് ആർ സബ്സിഡിയറീസ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു എന്ത്, ഓൾറെഡി 8 പബ്ലിക് കമ്പനീസിലായാലും തന്നെ ഡയറക്ടർഷിപ്പ് ഉണ്ട്. മാത്രമല്ല 2 പ്രൈവറ്റ് കമ്പനീസ് പബ്ലിക് കമ്പനീസിൻ്റെ സബ്സിഡിയറീസ് ആണ്. അതും ഈ 10 പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ലിമിറ്റ് കഴിഞ്ഞു, ഇനി പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ക്വസ്റ്റ്യൻ 15. T Limited having registered office in New Delhi has 3 directors namely A, B and C, who often visit foreign countries in order to develop and secure business opportunities for the company on sustainable basis. One of the legal requirements for an Indian company is that at least one of its directors must stay in India for a specified period. To recognize a resident director for financial year 2021 and 22, advise the company by selecting correct option as to which period spent in India by any one of its directors shall count towards statutory period. Okay. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഇന്ത്യൻ കമ്പനീൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 1 റെസിഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഡയറക്ടറെങ്കിലും റെസിഡൻറ്റ് ആയിരിക്കണം. എല്ലാ ഡയറക്ടേഴ്സും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോറിൻ ആവാൻ പറ്റില്ല. ഒരു റെസിഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഫോറിൻ ഡയറക്ടേഴ്സ് ആവണമെന്നില്ല കേട്ടോ, റെസിഡൻറ്റ് അല്ലാതിരിക്കാം. നോൺ റെസിഡൻറ്റ്, ഇന്ത്യയിൽ തന്നെ സിറ്റിസൺഷിപ്പുള്ളാക്കും എന്താവാം, നോൺ റെസിഡൻറ്റ് ആവാം. അപ്പോൾ ഒരു റെസിഡൻറ്റ് ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു റെസിഡൻറ്റ് ഡയറക്ടർ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് ഒരു ഫിനാൻഷ്യൽ ഇയർ 2021-22 റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് കൺസിഡർ ചെയ്യാൻ താഴെ പറയുന്ന ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. പീരിയഡ് സ്പെൻഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ 2020-21, പ്രീവിയസ് ആയുള്ള ഫിനാൻഷ്യൽ ഇയർ 2021 സ്പെൻഡ് ചെയ്ത് പീരീഡ് നോക്കിയിട്ടാണോ നമ്മൾ 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, അല്ല. ദെൻ ടോട്ടൽ ഓഫ് 50% പീരീഡ് സ്പെൻഡ് ഇൻ 1920 അല്ലെങ്കിൽ 2021 സ്പെൻഡ് ചെയ്തിട്ടുള്ള പീരീഡ് ആണോ നമ്മൾ നോക്കുക. 1920 50% സ്പെൻഡ് ചെയ്തതും ദെൻ ബാക്കി 50% 2021 സ്പെൻഡ് ചെയ്ത ബാക്കി 50% കൺസിഡർ ചെയ്തിട്ടാണോ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, അല്ല. ദെൻ അടുത്ത് പറയുന്നത് 2021 50% പീരീഡ് സ്പെൻഡ് ചെയ്തതും ദെൻ 21-22 50% സ്പെൻഡ് ചെയ്തതും ആണോ നമ്മൾ നോക്കുക, അല്ല. പീരീഡ് സ്പെൻഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ, ഓക്കെ, ആ ഡ്യൂറിംഗ് ദ ഇയറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള പീരീഡ് കൺസിഡർ ചെയ്തിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ദെൻ
As per the audited FS of immediately preceding financial year 2020-21, the paid-up share capital of Asta Limited was rupees 75 crores, much below the threshold limit, which did not require appointing a women director. Women director അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഇത് വരുന്നില്ല. കാരണം എന്താണ്, paid-up share capitalൻ്റെ ലിമിറ്റ് എത്രയാണ് women directorൻ്റെ 100 crores ആണ്. Then however, the turnover during the same period was 334 crores. 334 crores എന്ത് വരുന്നുണ്ട്, ടേൺ ഓവർ വരുന്നുണ്ട്. Above the threshold limit which required appointing a woman director, choose the correct option from who's given below as to whether Asta Limited is required to bring the woman director or not. അപ്പോൾ women directorനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞു ലിസ്റ്റഡ് കമ്പനി, ദെൻ അതർ അൺലിസ്റ്റഡ് കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 crores ഓർ ടേൺ ഓവർ 300 crores. അപ്പം ദ കമ്പനി, അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ്? ദ കമ്പനി ഇസ് നോട്ട് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് എ വിമൻ ഡയറക്ടർ സിൻസ് ഓൺലി വൺ ഓഫ് ദ പാരാമീറ്റേഴ്സ് ആൻഡ് നോട്ട് ബോത്ത് ഹാവ് ക്രോസ് ദ ത്രെഷോൾഡ് ലിമിറ്റ്. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓറാണ്. ഓക്കെ, ഒന്നെങ്കിൽ 100 crores ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ 300 crores ക്രോസ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ക്രോസ് ചെയ്താൽ തന്നെ ത്രെഷോൾഡ് ലിമിറ്റ് ആവും. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, രണ്ടും ക്രോസ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. ദെൻ ദ കമ്പനി ഈസ് റിക്വയർഡ് ടു രണ്ടും ക്രോസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ എപ്പോഴാണ് വരുന്നത്, ഓറിന് പകരം സെക്ഷനിൽ നമ്മൾ ആൻഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ദെൻ ദ കമ്പനി ഈസ് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് എ വിമൻ ഡയറക്ടർ സിൻസ് എനി വൺ പാരാമീറ്റർ ഔട്ട് ഓഫ് ദ ടു എക്സീഡിംഗ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഷാൾ നെസസിറ്റേറ്റ് സച്ച് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, പറഞ്ഞ രണ്ട് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്താൽ തന്നെ വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. അതല്ലേ കറക്റ്റ് ആൻസർ? അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ Mr. D holds directorship in 10 public companies and 11 private companies. One of the above private company is a dormant company. Okay. Further, on 30/6/2022, a private company has become a subsidiary of a public company. അപ്പോൾ മിസ്റ്റർ ഡി ഹോൾഡ് ചെയ്യുന്നത് ഡയറക്ടർഷിപ്പ് എത്ര കമ്പനീസിലാണ്? 10 പബ്ലിക് കമ്പനീസിലും 11 പ്രൈവറ്റ് കമ്പനീസിലുമാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിലൊന്നെന്താണ്, ഡോർമെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ നമുക്കറിയാം മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് എത്ര കമ്പനീസിലാണ്? 20 ആണ്. ഇവിടെ 20 എക്സീഡ് ചെയ്തോ? 10ഉം 11ഉം കൂടെ നോക്കുകയാണെങ്കിൽ 21 ആയി. പക്ഷേ 20 എക്സീഡ് ചെയ്തോ? ഇല്ല. കാരണം ആദ്യത്തെ ഒന്ന് ഡോർമെൻറ്റ് കമ്പനിയാണ്. ഡോർമെൻറ്റ് കമ്പനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യോ? ഇല്ല. അപ്പോൾ ടോട്ടലി എഫക്റ്റീവ്ലി എത്ര കമ്പനീസിലെ അയാൾക്ക് ഡയറക്ടർഷിപ്പ് ഉള്ളൂ? 20 ഉള്ളൂ. കാരണം ഡോർമെൻറ്റ് കമ്പനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ദെൻ അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, ഓക്കെ ആണ്, 20 കമ്പനീസിലെ ഡയറക്ടർഷിപ്പ് ഉള്ളൂ. ദെൻ സെക്കൻഡ് കേസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പ്രൈവറ്റ് കമ്പനി എന്തായി, പബ്ലിക് കമ്പനീൻ്റെ സബ്സിഡിയറി ആയി. ഓക്കെ, അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഓൾറെഡി പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. ഓൾറെഡി 10 പബ്ലിക് കമ്പനീസിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനീൻ്റെ സബ്സിഡിയറി ആയി കഴിഞ്ഞാൽ അത് 11 ആവും. അതായത് ലിമിറ്റ് ക്രോസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് കേസിൽ എന്താണ്, വാലിഡ് അല്ല. അപ്പോൾ ഹോൾഡിംഗ് ഓഫ് directorship of Mr. D as on 31/5/2022 is invalid. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ആദ്യത്തെ കേസ് ഇൻവാലിഡ് ആണ്, രണ്ടാമത്തെ കേസ് വാലിഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ശരി ഉത്തരം? എന്താ? ആദ്യത്തെ കേസ് വാലിഡും പിന്നത്തെ കേസ്, അതായത് രണ്ടാമത്തെ കേസ് ഇൻവാലിഡ് ആണ്. കാരണം ആദ്യത്തെ കേസിൽ 20 എഫക്റ്റീവായിട്ട് വരുമ്പോൾ 20 കമ്പനീസിലെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ കേസിൽ പബ്ലിക് കമ്പനീസിൻ്റെ ലിമിറ്റ് ആയിട്ടുള്ള 10 ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബി ആണ് വരുന്നത്. ദെൻ Ruby is a woman director in ABC Limited. The company held 4 meetings of the board in the financial year 2022-23. But Ruby mentioned absent of in all such meetings. However, she sought leave of absence in all such meetings and mentioned the personal reasons. Then based on these facts, which among the following statement is correct? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വർഷം, ഓക്കെ, 12 months നടക്കുന്ന എല്ലാ ബോർഡ് മീറ്റിങ്ങിലും പങ്കെടുക്കണം നിർബന്ധമുണ്ട് ഇല്ല. പക്ഷേ എല്ലാ ബോർഡ് മീറ്റിങ്ങിലും പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ഡിസ്ക്വാളിഫൈഡ് ആവും, വേക്കൻറ്റ് ആവേണ്ടി വരും. അപ്പോൾ റൂബി പറയുന്നത് എന്താണ്, ഞാൻ അതിനുള്ള റീസൺ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലീവ് ഓഫ് ആബ്സെൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു വെദർ ഓർ നോട്ട് ലീവ് ഓഫ് ആബ്സെൻസ് നമ്മൾ സൗട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഓക്കെ എന്ത് ആവേണ്ടി വരും, വേക്കേറ്റ് ആവേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റൂബീസ് ഓഫീസ് ആസ് എ ഡയറക്ടർ ഷാൾ ബിക്കം വേക്കൻറ്റ്, ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. സോ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ആൻഡ് താങ്ക് യു.